ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നലെ താമസിച്ച ബിൽഡിങ് ഇതാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോവാണ്. അപ്പുറത്ത് നമ്മൾ ശരിക്കും റിസോർട്ട് ആയിരുന്നത്. അപ്പം അപ്പുറത്ത് ഫുൾ ആയതുകൊണ്ടാണ് ഇപ്പുറത്തെ ബിൽഡിങ് ഷിഫ്റ്റ് ആയത്. അപ്പോൾ നമുക്കിപ്പം സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുവൈറ്റ് ഹോളിഡേയ്സ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള രചന ഹോളിഡേയ്സിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ അല്ലാതെ ഒരു ടീമും കൂടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, റിസോർട്ട് കാണിച്ചാൽ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ റിസോർട്ടിൻ്റെ പേര് സ്കൈ റോക്ക് ഗാർഡൻ എന്നാണ്. അപ്പം നമുക്ക് പോവാം. ഗൈസ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പൂളിലേക്ക് എത്തിയതാ തോന്നുന്നത്. ആരും കാണുന്നില്ല. എല്ലാടാ എല്ലാവരും എത്തിയതൊന്നല്ലോ, ഒച്ചപ്പാടിലേക്ക് കേൾക്കുന്നുണ്ട്. ഗൈസ്, കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നതാണ്. ഗൈസ്, അങ്ങനെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ നേരെ നോക്കുമ്പോൾ നല്ല പ്രകൃതിയുടെ വരദാനമായ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഗായ്സ്, പിള്ളേരൊക്കെ വരികയാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, നിജാതെ നമ്മൾ അഭിരാമിൻ്റെ കുറേ ആളുകൾക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വരികയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടൊരു റൂമാണ്. ഇതിന് മുൻസെറ്റ് നമ്മളങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ അവിടെ പോയി കാഴ്ച കാണിച്ചിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടെ. ഇപ്പം തന്നെ സെറ്റഡ് എത്തിയിട്ടുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് നേരെ റിസോർട്ടിലേക്ക് പോകാം, ഫുഡ് കഴിക്കും, പിന്നെ സ്പോട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിനി ഫ്രഷായി ഇനി നമ്മൾ അങ്ങോട്ടേക്ക് റിസോർട്ടിലേക്ക് പോവാണ്. അപ്പം ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഓൾറെഡി ഫ്രഷായി കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. ഇനി നേരെ ഓരോരോ സ്ഥലത്തേക്ക് പോയിട്ട് വിസിറ്റ് ചെയ്യണം എന്നതാണ്. അപ്പം എന്ത് ചെയ്യുക, നമുക്കിനി ഫുഡ് കഴിക്കാം. ഓക്കെ, വെള്ളത്തിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാട്ടോ, 28 ഡിഗ്രി തണുപ്പ് എന്നുള്ളതാണ് നമുക്ക് ഗൂഗിളിൽ കാണാൻ സാധിക്കുന്നത്. ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാറേ, ഫുഡൊക്കെ ഉണ്ട് സാർ, ഫുഡൊക്കെ ഉണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയില്ല, അഭിപ്രായം പറയും സാറേ. സൂപ്പർ. പക്ഷേ ഫുഡ് കഴിച്ച അഭിപ്രായം പറയണേ. എടുത്ത് കഴിയാൻ പറ്റില്ല, ആക്കിയത് മതി, ആക്കിയത് ഉണ്ടോ എന്നാ ഇത് മതി ആ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനി ചായ കുടിയാണ്. അപ്പം കുഴൽ കഴിക്കുന്നുണ്ട്. നമ്മളെ ഫുഡ് എങ്ങനെ ഉണ്ട്? പൊളിയല്ലേ? ഫുഡെല്ലാം എങ്ങനെ ഉണ്ട്? സാറേ, ഫുഡ് എങ്ങനെ ഉണ്ട്? നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബസ്സിലേക്ക് കയറണം. ഇനി ഓരോരോ സ്പോട്ടിൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ, ഞമ്മക്കൽമേലിൽ ഓരോരോ സ്പോട്ടിൽ വിസിറ്റ് ചെയ്യുന്നതാണ് അടുത്ത മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നിന്നും പുറപ്പെടാൻ പോവുകയാണ് ഗൈസ്.
മനോഹരമായ സ്ഥലമാണ്. പ്രകൃതി പരിതാരമായ പച്ചപ്പും ഹൈദരാബാദൊക്കെ നിറഞ്ഞ ഒരു മനോഹരമായ പ്ലേസിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാഴ്ച കാണാം. നല്ല പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സ്ഥലമാണല്ലേ അല്ലേ? എന്താണ് പറയാനുള്ളത്? പ്രകൃതി മനോഹരമായ സ്ഥലം, നല്ല കാറ്റാടി അല്ലേ? എങ്ങനെയുണ്ട് പ്ലേസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ, സൂപ്പർ. അതെ, എന്തൊരു ശാന്തമായ സ്ഥലം. ഗായ്സ്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കൂ ഗായ്സ്. അമലെ എന്താണ് പറയാനുള്ളത് ചേച്ചാതെ? എന്താണ് പറയാനുള്ളത്? Wind turbines are big. This is a very beautiful place, yeah. ആകെ കാറ്റുണ്ട് ഗൈസ്, കാറ്റുണ്ട്. സത്യം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടാ. ഗൈസ്, അതാണ് നമ്മുടെ പ്രകൃതിയും അല്ലേ? പ്രകൃതിയും കരണ്ടും കൂടി ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഇവിടെ കാറ്റാടി യന്ത്രങ്ങളുണ്ട് അല്ലേ? ഗൈസ്, കുറേ എണ്ണം കാണാൻ പറ്റും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറുമാരൊക്കെ അവിടെ അതെ, രമണീയമായ സ്ഥലമാണ്. നമ്മുടെ ഗിനി സാറും പ്രിൻസിപ്പളൊക്കെ ഒരു മാസ് എൻട്രിയാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കേണ്ട തിരക്കിലാണെന്ന് തോന്നുന്നു. കുറെ കുട്ടികൾ ഇനി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഫോട്ടോ എടുക്കലാണ്, ചില്ലയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ എഡ്ജ് വരെ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ഫോട്ടോസിലെടുത്തു. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ സ്ഥലം അടിപൊളിയല്ലേ? വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, നേച്ചർ ഫ്രണ്ട്ലി. നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുകളിലെത്താനായി. നമ്മുടെ ബസ് അവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ നിങ്ങളിൽ പുറമല്ലാതെ ടൂറിസ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
ഇവിടെ ഭയങ്കര തിരക്കാണ്. എനിക്ക് മാക്സിമം എനിക്ക് ഷൂട്ട് ചെയ്യുന്ന വിശ്വാസമൊക്കെ ഞാനും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നല്ല വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. പറന്നു കയറാൻ ആർദ്ര എന്താണ് പ്രശ്നം? ഗൈസ്, നല്ല മനോഹരമായ വ്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. ഗൈസ്, ഇവിടെ മുകിലിരിക്കുന്നു. മുകിൽ, ഹലോ മുകിൽ. എന്താണ് മുകിൽ, നീ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണോ? എങ്ങനെയുണ്ട് പ്രകൃതി ഭംഗി? എങ്ങനെയുണ്ട് നീ പറയൂ. എത്ര മനോഹരമായ ഗൈസ്, നിങ്ങളെ പർവ്വതം നോക്ക്, നമ്മുടെ സ്റ്റോൺ നോക്ക്, എത്ര മനോഹരമാണ് അല്ലേ? അതെ, ഫസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടാ. ഗൈസ്, നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് വന്നു. ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം വാങ്ങി. ഗൈസ്, ഇവിടെ മാങ്ങ, പച്ചമാങ്ങ, ചെടികൾ, പിന്നെ ഐസ്ക്രീം അങ്ങനെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്നോട്ടേക്ക് പോകാം. ഗൈസ്, ഞാൻ വെള്ളം വാങ്ങി. ഗൈസ്, തായിക്കുന്നത് ഭയങ്കര ദാഹം. ഗൈസ്, ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കൊക്കെ ഉണ്ട്. പാർക്ക് ഇവിടെ ഞാനടുത്ത് കളിക്കുന്നു. പല കാഴ്ച നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. സാറേരിയ കണ്ടാ, സാറുള്ളിക്ക് നമുക്ക് നോക്കാം. പക്ഷെ എങ്ങനെയുണ്ട് മിസ്സേ നമ്മുടെ കാഴ്ച? നല്ലതാ. ഗൈസ്, ഇതിന് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നല്ല മനോഹരമായ വ്യൂ ആണ് നമുക്കിപ്പോൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ വ്യൂ. നടന്ന് കയറി വരുമ്പോ ഭയങ്കര വിഷമം. പക്ഷെ ഇവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാല് അതിന്റെ ഇത് ഒരു മനസ്സ് കിട്ടുന്നത്. സത്യം മലയാണ് സാറേ. അടുത്ത ട്രക്കിംഗ് ആണല്ലേ സാർ? അത് ട്രക്കിംഗ് അല്ലേ? ഫോട്ടോ എടുക്കാനൊക്കെ ഫോട്ടോ ഇഷ്ടമില്ല. സാർ, എങ്ങനെയുണ്ടായിരുന്നു മോളത്തെ ഒരു എക്സ്പീരിയൻസ്? ഏറ്റവും വളരെ ആസ്വാദ്യകരമായ രീതിയിൽ രണ്ടാമത്തെ ദിവസം കടന്നു പോയിരിക്കുകയാണ്. വളരെ ആവശ്യപൂർവ്വമായിരുന്നു ട്രക്കിങ്ങിന് വേണ്ടി നമ്മളെല്ലാവരും പ്രതീക്ഷാപൂർവ്വം പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതും നമുക്കൊരു നവ്യ അനുഭവമായിട്ട് മാറും. അപ്പം carry on. Yes, sir.
പൈസ അങ്ങനെ നമ്മൾ താഴെത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയ മലയാണ് നമ്മൾ താണ്ടിയിട്ട് അങ്ങ് കയറിയതും ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. റിട്ടേൺ നമ്മുടെ റിസോർട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ട്രക്കിങ്ങിനാണ് പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ ജീപ്പിലാണ് ട്രക്കിങ്ങിന് പോകാൻ പോകുന്നത്. അപ്പം ജീപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആവശ്യമായിരിക്കും കാണാൻ പോകും. ഓക്കെ, സാറേ ഇതിനു മുമ്പ് ട്രക്കിങ് ചെയ്തിട്ടുണ്ടോ? ഓ കേട്ടില്ലേ? ബോഡിബിൽ ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. അപ്പം
ഹലോ ഗായ്സ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രക്കിംഗ്. അപ്പോൾ ഞാൻ ട്രക്കിങ്ങിന് മാക്സിമം വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കുറച്ച് കണ്ടിന്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വിഷ്വൽ പകർത്താൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗായ്സ്. ഇങ്ങനത്തെ കല്ലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിലൂടെയാണ് ചവിട്ടി പോകേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തെത്താനായി മനോഹാരിതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചാണ് നമുക്ക് നടക്കാൻ സാധിക്കുള്ളൂ. നടക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. അത് നിങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കുക. അത് പുറത്തെത്താനായി വരികണ്ട. ഗൈസ്, അപ്പൊ നമ്മള് നടക്കുമ്പം പടം വരെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരികയാണ്. വരാം. അപ്പം നല്ല കാഴ്ച ഇങ്ങനെ വീശടിക്കുന്നുണ്ട്. അതെ 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 അനീഷ കേട്ടില്ല. ഗൈസ്, അപ്പൊ നല്ല തണുത്ത കാറ്റാണ് ഇപ്പൊ വീശിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാവരും സൂക്ഷിച്ച് നടക്കുക. ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ മെല്ലെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ എങ്ങനെ നടക്കേണ്ടത് വരെ ഗൈസ്, ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നമ്മൾ ഇതായിപ്പോ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് വീതിയുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കാമെന്നുള്ളതാണ്. പുറത്ത് മിസ് പോയിട്ട് ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ വരേണ്ടത്. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഇതിന് മുകളിലാണ് കയറാൻ പോകുന്നത്. കുറെ ആൾക്കാർ വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളങ്ങനെ കയറാൻ പോവുകയാണ്. നമ്മളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. വ്യൂ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന്റെ മുകളിൽ നോക്കുന്ന വ്യൂ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. നമുക്ക് കുറച്ച് മുന്നോട്ട് പോവാം. നമ്മൾ നേരത്തെ വീഡിയോ വിഷയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇതാണ് ആമപ്പാടം എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഇടയിലൂടെയാണ് നമ്മൾ വന്നത്. ആ വിഷയമാണ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് വൈഡായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ തിരിച്ചു പോവാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്.
അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഗൈസ്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ലൈം സോഡ ഉപ്പിലിട്ടൊക്കെ കാണാൻ സാധിക്കും. ഗായ്സ് ലെറ്റ്സ് ചിൽ. വൗ ഗായ്സ്, മനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാഴ്ചകൾ കാണും. ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം ഗൈസ്, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ട്? നിങ്ങൾ ഈ മനോഹരമായ ചിത്രങ്ങൾ കണ്ടു HD പിക്ചർ നമ്മുടെ മുന്നിൽ എടുത്ത് വെച്ച പോലെയാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് കഴിച്ചത്. നമ്മുടെ സരി സാറ് വരികയാണ്. പറഞ്ഞില്ലേ ഈ കാണുന്ന കല്ല് കണ്ടോ? ഈ കല്ലാണ് രാമക്കല്ല് അറിയപ്പെടുന്നത്. നിങ്ങൾ രാമക്കൽമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലം വന്നില്ലേ? രാമക്കൽമണ്ണ് ഈ സ്ഥലത്തിന്റെ പേര്. അതായത് ശ്രീരാമന്റെ സമയത്ത് ശ്രീരാമൻ സീതയുടെ വന്നെന്നും രാമന്റെ കാൽപാദ പതിഞ്ഞിടം, അങ്ങനെയാണ് സ്ഥലത്തിന് രാമക്കൽമണ്ണ് എന്ന പേര് വരാൻ കാരണം. ആ കല്ലിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കല്ലിന്റെ 3 വശങ്ങളും ഇതുപോലെ തൂപ്പാണ്. ഒരു സൈഡിൽ കൂടെ മാത്രമേ നമുക്ക് അതിന്റെ ടോപ്പിൽ കയറാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 3 സൈഡ് ഇതുപോലെ തന്നെ നിൽക്കുന്നത്. ഒരു സൈഡിൽ മാത്രമേ നമുക്ക് അതിന്റെ ടോപ്പിൽ കയറാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന സീലവരി 3000 നിൽക്കുന്നത് സീലവരി 3000 ഹൈറ്റ്. നമ്മൾ വന്നണം വരെയുള്ള കേരളം ഉണ്ട്. തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഈ താഴെ കാണുന്നതെല്ലാം തമിഴ്നാട് കൃഷികളാണ്. അങ്ങോട്ട് ക്രിസ്മസ് ട്രീ പോലെയുള്ള മരങ്ങളുണ്ട്. അത് വാളംപുളി. നമ്മുടെയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്ന വാളംപുളിയില്ലേ? വാളംപുളിയാണ്. അതുപോലെ ഈ റോഡിന്റെ കാണുന്നത് തെങ്ങ് തോപ്പ 60 അടി തൊട്ട് 100 അടി ഹൈറ്റ് വരെയുള്ള തെങ്ങുകളാണ് കാണുന്നത്. മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. ഈ ലൈറ്റ് പച്ചക്കറി പാടം പോലെ ഉണ്ടോ? അതിന്റെ വീട്ടോട്ട് കയറ്റി ക്യാബേജ് അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുന്ന പാടങ്ങൾ ഈ ഇടയ്ക്ക് ഗ്രൗണ്ട് പോലെ കിടക്കുന്നുണ്ടോ? അത് കൃഷിക്ക് വേണ്ടി മണ്ണ് ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. കൃഷി ചെയ്തിരിക്കുന്ന മണ്ണ് ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ കുറച്ച് വേസ്റ്റ് കിടക്കുന്നുണ്ട് ഇടയ്ക്ക്. അതൊക്കെ അവർ താമസിക്കുന്ന ടൗൺ ഏരിയ ഉള്ളത്. അത് കണ്ടില്ലേ? ഒരു 2 നിലയ്ക്ക് മേളക്കുള്ള കെട്ടിടങ്ങളാണ്. അവർ നമ്മളെ പോലെ സെപ്പറേറ്റ് മാറി കൃഷി ചെയ്യും കൂട്ടത്തോടെ താമസിക്കുന്ന ടൗൺ ഏരിയകളാണ് കാണുന്നതൊക്കെ. അത് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റിലെ കോമ്പെ എന്ന് പറയും. അതുപോലെ ഈ മലഞ്ചെരുവിൽ കാണുന്ന സ്ഥലം കണ്ടോ? അത് പണ്ണേപ്പുറം എന്നാണ്. നമ്മുടെ ഇളയരാജ ജനിച്ചാണ് പണ്ണേപ്പുറം. അത് കഴിഞ്ഞ് കാണുന്ന തേവാരം എന്ന് പറയും. ഈ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഒരു 70% പച്ചക്കറികൾ കയറ്റുമതി ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് തേവാരം. അത് ഈ ലാസ്റ്റ് കാണുന്നത് ബോഡിമെട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാർ സൈഡിൽ നിന്നൊക്കെ ഒരു സ്ഥലം. അതായത് ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്ന സ്ഥലം. ഇല്ലെങ്കിൽ ഇടുക്കി ജില്ല എറണാകുളത്തിനെയോ കോട്ടയത്തിനെയോ ആശ്രയിക്കുന്ന റെയിൽവേക്ക് വേണ്ടി. അപ്പോൾ ഏറ്റവും അടുത്തായിട്ട് നമുക്ക് വരുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽമേട്. ഇവിടെ കാറ്റ് നോർമൽ കാറ്റാണ്. നോർമൽ താഴെയാണ്. നല്ല കാറ്റുള്ള ടൈമിലാണ് നമ്മൾ 4-5 പേർക്ക് കൈ കൂട്ടി പിടിച്ചിരുന്നാൽ പോലെ നമ്മൾ വർഷത്തിലേക്കുള്ള കാറ്റ്. അങ്ങനെ കാറ്റുള്ള ടൈമിലാണെങ്കിൽ നമുക്കിവിടെ കയറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ താഴെ വരെ കൊണ്ടുവരുള്ളൂ. അതുപോലെ ഈ താഴെ കാണുന്ന കോട ഉണ്ടോ? കോടയൊന്നും വല്ല നല്ല ക്ലിയർ ആയിട്ട് കാണാം അങ്ങനെയുള്ള ടൈമിൽ. അപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ സ്റ്റോർ കൊണ്ട് വെള്ളം കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന വൈഗ ഡാമുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ രാമക്കൽമേടിന്റെ സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന മലയതാ. ഒരു 10-15 ആൾക്കാർ അവിടുന്ന് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടുന്ന് ചാടുവോ അത് അവതാരണ താഴെ പോയി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയെ താഴെ ചെല്ലുള്ളൂ. അതിന് തന്നെ നമ്മൾ അറ്റാക്ക് വന്നാൽ മരിക്കും. താഴെ ബോഡി ചെല്ലുള്ളൂ. പിന്നെ താഴെ ചെന്ന് വീണ് കഴിഞ്ഞാൽ 4-5 പീസായി മാറും. കരിച്ചെത്തണം പാറയാണ്. ഈ താഴെ കാണുന്ന ഒരു അമ്പലമാണ് രംഗനാഥൻ കോവിൽ എന്ന് പറഞ്ഞാൽ മധുര മീനാക്ഷി അമ്പലത്തിന്റെ രൂപസാദൃശ്യം വരുന്ന ഒരു അമ്പലം. ഈ താഴെ കാണുന്നത് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഇത്ര ഹൈറ്റിൽ നോക്കുന്നുണ്ടോ നമുക്ക് ചെറുതായിട്ട് തോന്നി. ആ കാണുന്ന അമ്പലത്തിന്റെ പ്രത്യേകത വർഷത്തിൽ ഒരു 5 ശനിയാഴ്ചകൾ മാത്രമേ അമ്പലം തുറക്കുള്ളൂ. കന്നിമാസത്തിൽ 5 ശനിയാഴ്ചകൾ മാത്രമേ അവിടെ അമ്പലത്തിൽ ഉത്സവമുള്ളൂ. പിന്നെ കുറങ്കുർത്തിയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? അച്ചിൽപത്തി മൊത്തം എത്ര പേരെ കണ്ടായിരുന്നു? 3 ആൾ. അച്ചിൽപത്തി മൊത്തം 5 പേരുണ്ട്. കുറവൻ കുർത്തി 2 കുട്ടികൾ ഒരു പൂവൻ കോഴി. നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. നല്ല മനോഹരമായ പാറയായിരുന്നു.
പാറയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗിനി സാറും നവ്യ മിസ്സൊക്കെ വീട്ടിൽ നടക്കുകയാണ്. സരി സാറും കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഗൈസ് നടക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിച്ചാണ് നമ്മുടെ ഫൈനലി നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചോറ്റാനിക്കരയാണ് ഉള്ളത് എറണാകുളം. അപ്പം നമ്മളിപ്പം ഹോട്ടലിലാണുള്ളത്. അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. കഴിച്ചപ്പോൾ ഇനി കുടിക്കണം, മരണം, ഓർക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Day 4 നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അതൊരു ഗുഡ് ബൈ.